ചേട്ടാ, ഭരത് മോളെ, ചേട്ടാ, കരയല്ലേ? അവനെ എങ്ങനെയെങ്കിലും ഉറപ്പായിട്ട് കണ്ടുപിടിക്കാലോ. എനിക്ക് പേടിയാകുന്നു. ഞാനില്ലേ, ഒന്നും പേടിക്കണ്ട. ആ റൂമിൽ പോയി കുറച്ചു നേരം ഇരിക്കുക. കംപ്ലൈന്റ് കൊടുക്കുമ്പോ അതൊന്ന് തെളിച്ച് പറയേ. ശരി, അവളെ കാണാനില്ല. എപ്പോഴാ കാണാതെ പോയതാ? ഇന്നലെ മുതലാ സാറേ. അതെ കേശവ, ഇവരെല്ലാരും ഇവരുടെ കേസ് എന്താ? ഇവര് അവരുടെ കുട്ടികളെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വന്നിരിക്കാ സാറേ. സാർ, നിങ്ങളുടെ മോനും എന്റെ മോളും എന്തോ ഒരു പ്രോജക്റ്റ് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പോയതാ. അത് കഴിഞ്ഞ് ഒരു കാര്യം അറിയാൻ മേല സാർ. എന്ത് പ്രോജക്റ്റ്? എവിടേക്കാ പോയത്? സാർ, അറിയില്ല. എവിടെ പോണെന്ന് എന്റെ മോളും പറഞ്ഞില്ല, ഇവരുടെ കുട്ടികളും പറഞ്ഞില്ല. അതെ കേശവ, സാർ. മിസ്സിംഗ് ആയ എല്ലാവരുടെയും നമ്പർ വാങ്ങി ആ. GPS ചെക്ക് ചെയ്ത് ശരി. എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം. ഇവരിതെന്താ ഈ ചെയ്യുന്നേ? പേടിച്ച് വിറയ്ക്കോ മറ്റോ ആണോ? എന്താടോ താനീ ചെയ്യുന്നേ? എടോ, ആ പിള്ളേരെ കിട്ടണ്ടേ, അതിനാ ഞാൻ പ്രാർത്ഥിക്കുന്നേ. നീ പ്രാർത്ഥിക്കുകയാണോ അതോ ഉറങ്ങുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, എവിടുന്നാ ഇത്രയും വെളിച്ചം വരുന്നേ? അയ്യോ, തൊപ്പി അഴിച്ചാണോ? നമുക്ക് അഴിച്ചേക്കാം. താൻ എങ്ങനെയാ? അങ്ങനെ അതൊക്കെ ഇരിക്കട്ടെ. നെമിലിച്ചേരി അത് എത്ര ദൂരം ഉണ്ടാവും? ഒരു 90 കിലോമീറ്റർ കാണും. 90യോ? അടച്ചിരിക്കടോ. ഈ പടം നല്ലോണം ഓടും. തീർച്ചയായും 100 എടോ, ദിവസം ഇത് GPS ആണോ? GPS? എന്റെ മൊബൈലിൽ ഇതൊക്കെ വരുമോ? ആ പറ മോളെ. ആരാ ഫോണില്? തീർച്ചയായിട്ടും ഭരതനെ കണ്ടുപിടിച്ചിരിക്കും. പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കും. ഒന്ന് വെറുതെ ഇരിക്കടോ, എന്റെ പണി പോവും. പെരുമാളെ, ഒരു പടിയാക്കും എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ സാറ് സഹോദരന്റെ മോളെയാ തേടിക്കൊണ്ടിരിക്കുന്നേ. അതെ, GPS ചെക്ക് ചെയ്ത് സ്ഥലമെത്തിയോ നോക്കാം. സാറേ, അത് തന്നെ നോക്കുന്നുണ്ട്. കണ്ടാൽ ഉടനെ പറഞ്ഞേക്കാം സാറേ. അയ്യോ, അയ്യോ, GPS കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് സാറേ കാണിക്കുന്നത്. അതെ സാർ, ഇവിടെ തന്നെയാ കാണിക്കുന്നത്. സാറേ ലെഫ്റ്റ് റൈറ്റ് എന്തിനാണോ പോകുന്നേ? ലെഫ്റ്റ്. ആ, അങ്ങനെ തന്നെ പോയിക്കോളൂ. നേരെ ചെല്ല. ആ, അങ്ങനെ തന്നെ. നേരെ. പോ. അങ്ങനെ തന്നെ. ആ ശരി, സ്റ്റോപ്പ്. ഇത് ആ, സ്ഥലമെത്തി. നിങ്ങളൊക്കെ കൂട്ടത്തോടെ ചെല്ല. ഞാൻ സിംഗിളായിട്ട് ജീപ്പിന് കാവലിരിക്കാം. ഹലോ, പിന്നെ കലിബ, നീ എവിടെയാ? എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് നിന്നെ കാണണം. ഓക്കെ അല്ലേ? രാത്രി 8 മണിക്ക്. അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്താ കാര്യം? ഇതെല്ലാം ഞാൻ തന്നെ നോക്കണമല്ലേ? അതെ, ഇതെല്ലാം പ്രധാനപ്പെട്ട തെളിവുകളാ കേസിനാസ്പദമായത്. രാവിലെ ഇതെല്ലാം റിക്കവർ ചെയ്തെടുക്കണം. മനസ്സിലായല്ലോ? എനിക്കും നിനക്ക് മാത്രമേ ഇത് അറിയാവൂ. ഇതെല്ലാം പുറത്തുപോയാൽ അറിയാലോ. സാർ എന്നെ ഏൽപ്പിച്ച ജോലി എന്തെങ്കിലും ഞാൻ താമസിച്ചിട്ടുണ്ടോ? തന്നേക്ക്, എല്ലാം ശരിയാക്കാം. ഇത് എവിടെ നിന്ന് പറക്കിയെടുക്കണമെന്ന് അറിയില്ല. നാളെ കാലത്ത് കാണാം. ഇന്ന് വരട്ടെ കലിപ്പ. കാണാം സാർ.
ഉം. അനിയ, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മുമ്പ് പറയാതിരുന്നതാ. നീ ഏതോ അമാനുഷിക ശക്തിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ദേ എന്റെ പുറകിൽ കണ്ട ആ ബംഗ്ലാവ് കണ്ടില്ലേ? അതില് പിശാചുണ്ട്, പിന്നെ രക്തയക്ഷി വരെ ഉണ്ട്, പിന്നെ ഒരുപാട് ഭൂതങ്ങളുമുണ്ട്. 5 പേരകത്ത് പോയിട്ട് അവരെല്ലാം അവിടെ കിടന്ന് മരിക്കുക ചെയ്തത്. മതി അനിയ. ഓക്കെ അല്ലേ? ആ ഓക്കേടാ, ഓക്കെ ചേട്ടാ, സൂപ്പറാ. എന്തിനാ മോനെ ഇതൊക്കെ എടുത്തേ? ഇതാ ചേട്ടാ, ഇത് മതിയല്ലോ. എന്താ അനിയ, ഒരു 500 തികച്ചു താ. ഒരുപാട് കള്ളം പറഞ്ഞില്ലേ? നിങ്ങൾ ഇത് വെച്ച് ചേട്ടാ, സമ്പാദിക്കും. ഇനിയും കുറെ ചെലവുകളുണ്ട്, ഒന്ന് ക്ഷമിക്കേ. അടുത്ത പ്രോഗ്രാം നിങ്ങൾ വെച്ച് തന്നെ, വലിയ ബഡ്ജറ്റ്, വലിയ പ്രോഗ്രാം. ഓക്കെ അല്ലേ? ഓക്കേടാ ചേട്ടാ, ഒരു സെൽഫി. വേറെ എല്ലാവർക്കും ഒരു വലിയ ഹായ്. നമ്മളിപ്പോൾ പബ്ബിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ ആമ്പിളരും ഓരോരോ പെമ്പിളരെയും വിളിച്ച് വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടിനും കൂടെ ഇവിടെ വന്നിരിക്കുന്നത്. ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിലും എഡിറ്ററിനെ പോലെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എടാ ഒന്ന് വെറുതെ ഇരിക്കുക. എക്സ്ക്യൂസ് മീ. എടാ ഇതിനെ കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്ക്. ഇത് ഇവിടെ വെക്കാനുള്ളതല്ല. വെറുതെ ഇരിക്കെ. എടാ ഇത് താഴേക്ക് വെക്കേ. Looking at it, right? Just shut your hole. അളിയാ ഒന്ന് ചിരിച്ചേ. എന്താടാ ചിരിക്കാൻ പറഞ്ഞ ദേഷ്യപ്പെടുന്നേ? നീ ഇല്ലെങ്കിൽ എനിക്ക് വേറെ മോഡലൊന്നും കിട്ടത്തില്ലേ? നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. ഞാൻ വരാം. എടാ വാ, ഞാൻ വരാന്ന് പറയുന്നില്ലേ, ഞാൻ വെറുതെ. ഇതൊരു കഷ്ടമായല്ലോ. വാളിയാ വാ. ഇവനൊരു തലവേദന ആയാലോ. പെട്ടടാ നിങ്ങളൊക്കെ. എപ്പോ നോക്കിയാലും സിഗരറ്റും വലിച്ചു. ഓക്കേടാ, ദേഷ്യപ്പെടല്ലേ. Where's your laptop? എടാ എടാ നിക്ക്, ഞാൻ നോക്കട്ടെ. അനിയ, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മുമ്പ് പറയാതിരുന്നു. അളിയാ ആ വാച്ച്മാൻ വന്ന ഡയലോഗ് എടാ, അവിടെ ഉണ്ടെടാ. എടാ അത് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. എടാ ആരാടാ? ഹലോ. എന്റെ പുറകിൽ കണ്ട ആ എടോ ബംഗ്ലാവ് കണ്ടില്ലേ? ഞങ്ങളുടെ ലാപ്ടോപ്പിൽ താൻ എന്താടോ ചെയ്യുന്നേ? തന്നോടാ ചോദിക്കുന്നേ. Hey. രക്തയക്ഷി വരെ ഉണ്ട്, പിന്നെ ഒരുപാട് ഭൂതങ്ങളുമുണ്ട്. ഇവനെന്താ ചെവിടാണോ? Hey. പോയിട്ട് അവരെല്ലാം അവിടെ പീസ്. കിടന്ന് എന്ത് മരിക്കുക ചെയ്തത്. പീസോ? എടാ ഇങ്ങോട്ട് താടാ. ഹേ ചിൽ ബ്രോ. മതി അനിയ. ഇത് കൃഷല്ലേ? ഇവനിവിടെ എന്താ ചെയ്യുന്നേ? സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. വിളിച്ചാൽ എടുക്കില്ല. നിന്നെ ഞാൻ സ്കൈപ്പിൽ നോക്കട്ടെ. അവ ഇതും എടുക്കുന്നില്ലല്ലോ. ഫോൺ എടുക്കാതെ ഇവൻ എന്താ ഇത്ര ജോലി? നിൽക്കും, നിനക്കം വെച്ചിട്ടുണ്ട്.
ഹായ് ഖലീഫ. സോറിയടാ. എന്തുകൊണ്ടാ നീ ഫോൺ എടുക്കാത്ത? ഓക്കെ. പോലീസ് തന്ന എവിഡൻസ് നിന്റെ ഉള്ളതെന്ന് എനിക്കറിയാം. അതിലെന്താ ഉള്ളത്, ഏതാ ഉള്ളത് എന്നൊക്കെ ഒന്ന് വിവരിച്ചേ. കൃഷ്, ആ കുട്ടികളെ നീ എന്താ ചെയ്തേ? എടാ, ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ടവനാണോ? ഇങ്ങോട്ട് നോക്ക് കൃഷ്, ഇപ്പം ഞാൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന പോലീസ് കേസാ. എവിഡൻസ് ബ്രേക്ക് ചെയ്യുന്നത്, ട്രാമ്പർ ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ റെഡ് കാർഡാ. ബ്രോ, നിന്റെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നാ അത് ഞാൻ വന്ന് സോൾവ് ചെയ്യണം. പക്ഷേ എന്റെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സൈഡാക്കും അല്ലേ? നിന്റെ സിസ്റ്ററിന് ഒരു ജോലിയുടെ കാര്യം വന്നപ്പോ അത് റെഡിയാക്കി തന്നെ ഞാനല്ലേ? അത് നീ മറന്നു അല്ലേ? ഷിറ്റ്. സോറി അനിയ, ടെൻഷനായോണ്ട് പറഞ്ഞതാ. നീ പറയുന്നത് പോലെ എനിക്ക് ഈ വീഡിയോ അയക്കാൻ പറ്റില്ല. ഇസ് കോൺഫിഡൻഷ്യൽ. എടാ, നീ ഒന്നും അയക്കണ്ട. അതിൽ നീ എന്താ കണ്ടേന്ന് മാത്രം എന്റെ അടുത്ത് പറയേ. നീ പോലീസിനടുത്ത് എവിഡൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. ബൈ ഖലീഫ. ബ്രോ, റോളിംഗ്. ഇത് നോക്കൂ ഭരത് ആൻഡ് കിരൺ, നിങ്ങളൊരു ഫേക്കായ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എല്ലാരെയും ചീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ നമ്മുടെ ജനം ഇതൊന്നും വിശ്വസിക്കത്തില്ല. സോ അതിന് പകരം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു വിസ്കോൺ സ്റ്റുഡൻറ് നന്ദിനി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഡീപ് ലവ്. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൻ അവളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം കൃഷ്ണയുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് നന്ദിനി തനിച്ച് ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളെ റേപ്പ് ചെയ്തു, കൃഷ്ണയുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച്. അത് കഴിഞ്ഞ് നന്ദിനി സൂയിസൈഡ് ചെയ്തു. അവളുടെ മരണത്തിന് ഉത്തരവാദിയായ എല്ലാരെയും അവൾ പ്രേതമായി വന്ന് സൂയിസൈഡ് ചെയ്യിപ്പിച്ചു.